everybody. അപ്പം എക്സ്പ്ലോർ NZ-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ചാലഞ്ചാണ്. നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ചാലഞ്ചൊക്കെ തന്നെയാണ്, നത്തിങ് സോ ന്യൂ. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ച് അതൊന്നുകൂടെ പയറ്റി നോക്കാം. അപ്പം ദ ചാലഞ്ച് ഈസ് ഗെസ് ദ മൂവി വിത്ത് ദ ഡയലോഗ്. അപ്പോൾ ഡയലോഗ് നമ്മൾ പ്ലേ ചെയ്യും, മലയാളം സിനിമകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിന്ന് നമ്മുടെ 3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. ചിത്തു വരുന്നുണ്ട്, ദീപു വരുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ സ്വന്തം അശ്വത്തേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ തമ്മിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കൂട്ടത്തിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എല്ലാവരും സെൽഫ് പ്രൊക്ലെയിംഡ് സിനിഫൈൽസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സീൻ എന്നുള്ളത് കേട്ടോ. അപ്പം വെൽക്കമിങ് ചിത്തു, ദീപു ആൻഡ് ആർ ഡിയർ അശ്വത്തേട്ടൻ ഓൺ ടു ദ സ്റ്റേജ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ അല്ലേ. പിന്നെ നമുക്ക് അടിപൊളി ഇൻട്രോ ആണ് തന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒരു മാസ് പ്രതീക്ഷിച്ച്. നിങ്ങൾ നമ്മളില്ലാത്തോണ്ടായിരിക്കും അല്ലേ. രജനീകാന്തിനെയും കമലഹാസനെയും ഒന്നുമല്ലോ കൊണ്ടുവരുന്നത്, തൽക്കാലം ഇത്രക്ക് മതി. അറ്റ്ലീസ്റ്റ് ഈ മനുഷ്യനെങ്കിലും നിങ്ങൾ. ഞാൻ പറഞ്ഞു നമ്മുടെ സ്വന്തം അശ്വത്തേട്ടൻ എന്നൊക്കെ പറഞ്ഞു. അശ്വത് കുമ്പളത്തുരുത്ത് രമേശ് എന്ന് പറഞ്ഞാലേ അതിന്റെ ഒരു ഇത് വരുള്ളായിരുന്നു അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നല്ലോ പ്രൗഡി വരുന്നു. ഓക്കെ, അപ്പൊ ഗെയിമിന് റെഡി അല്ലേ? ഇവിടെ നമ്മളിന്ന് ഗെയിം കളിക്കുമ്പോഴോ ഇത്ര നാളും മറ്റേ സീനാണെന്ന്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സെക്കൻഡ്, അതായത് മിനിമം ഒരു 15 സെക്കൻഡ്സ്, മാക്സിമം 30 സെക്കൻഡ്സേ പ്ലേ ചെയ്യുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോഴേ കൈ പൊന്തിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞാൽ മതി. ഇന്ന ആള് ടേൺസ് ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞിട്ട് കൈ പൊക്കി പറയരുത്. ഞാൻ പറയും അത് ഞാൻ പറയും, അല്ല അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ കൈ പൊക്കുക, ആര് പറയണം എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ അല്ല, എന്തായാലും ബെസ്റ്റ് കുഷനൊന്നും പൊക്കാത്ത നല്ലത്, കൈ പൊക്കുന്നതാണ് ഏറ്റവും സുഖം. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ പ്ലേ ചെയ്യാൻ പോവാണേ. വെറുതെ എന്താ കൈ പൊക്കരുത്, ഓവറാക്കി കൈ പൊക്കരുത്. അറിയാമെങ്കിൽ മാത്രം കൈ ഓക്കെ ഓക്കെ, അറിയാതെ കൈ പൊക്കിയല്ലേ. നെഗറ്റീവ് പോയിന്റ്സ് ഒന്നുമില്ല. പക്ഷെ അഥവാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ഞാൻ കൂട്ടുന്നില്ല. ആദ്യം പറയുന്ന ആൾ തെറ്റാണ് പറയുന്നത്, രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അതും ഞാൻ തന്നെ പറയാം. ഓക്കെ, ഹൂ പൊക്കലിഫൈഡ് നെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജ്യൂസ് റെഡിയാ? ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കേ, ദാറ്റ്സ് ഓൾറൈറ്റ്. കേസിന്റെ അയ്യോ, നമ്പീശൻ എത്തിയെന്നില്ല. ഒരു മിനിറ്റ്, ആദ്യം കൈ പൊക്കിയത് ദീപു ആണ്. അപ്പൊ ദീപു കറക്റ്റ് ആൻസർ. അല്ല, ഒരു മിനിറ്റ്. അതെ 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 അതെ, നമ്പീശൻ കേട്ടിരുന്ന ഞാനും കൈ പൊക്കിനോ. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യന് ഓണസ്റ്റ്ലി നോട്ട് സർപ്രൈസ്ഡ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ദീപു പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിപ്പം അറിയില്ല. ഓക്കെ ഓക്കെ, ഞാൻ അത്ര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാതെന്ന പരിപൂജയാണ്. മനുഷ്യനായ എത്ര ക്രൂരത പാടില്ല. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഞാൻ പറയട്ടെ, കുബേരൻ. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി. സംയുക്ത വർമ്മ ആദ്യം പറഞ്ഞ ഡയലോഗ് എനിക്ക്. ഓക്കെ, അത് ആദ്യം കിട്ടാത്തതിന്റെ ക്ഷീണം തീർക്കണല്ലോ. അശ്വത്തേട്ടാ, കം ഓൺ, യു കെൻ. അല്ല, ഇങ്ങനെ പൊക്കരുത്, പൊക്കുമ്പോ നല്ല ഉയർത്തി പൊക്കണം. ഇലക്ഷനാ, ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പൊക്കമോ. ഓക്കെ അല്ലേ? അപ്പം ഓക്കെ, അശ്വത്തേട്ടാ കം ഓൺ, യു കെൻ ഡു ഇറ്റ്. അശ്വത്തേട്ടാ, ഓക്കെ. അത് ഇങ്ങനെ രണ്ടാമത്തെ വേണ്ട, അടുത്തേക്ക് പോകാനാ. തേർഡ് ക്വസ്റ്റ്യൻ. ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞത് എനിക്ക് ഉത്സവം ഗാനമേളയുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത്രയും കേൾപ്പിക്കണ്ടോ? പുള്ളി കൈ പൊക്കി അപ്പൊ പോസ് ചെയ്യണ്ടേ? ചിലപ്പോ അറിയാതാണ് കൈ പൊക്കിയെങ്കില്. അല്ല സോറി,
ഇല്ല ഇല്ല അല്ല സ്റ്റോപ്പ് അശ്വതേട്ടന് കൈവയ്ക്കാം. സ്റ്റോപ്പ് അല്ല ഒരു ചാൻസേ ഉള്ളൂ. ഇല്ലല്ല ഒരു ചാൻസേ ഉള്ളൂ. സോറി ദീപു. കൊടുത്തു തെങ്കാശിപട്ടണം. ഓക്കെ കറക്റ്റ് ആൻസർ അശ്വത്തേട്ടാ. ഞാൻ കൈവയ്ക്കാൻ അങ്ങനെ അശ്വത്തേട്ടന്റെ ശരി. അശ്വത്തേട്ടന്റെ അക്കൗണ്ടിൽ ആദ്യത്തെ പോയിന്റ് വീണിരിക്കുന്നു. എവരിബഡി വെരി ഗുഡ്, വെരി പ്രൗഡ് ഓഫ് യു. ഞാൻ കൈവെക്കുന്നതിന് വരെ നിനക്ക് തെറ്റാന്ന് പറയുന്നതിന് കാണിച്ചത് പുള്ളി ആ ക്യാപ്പിൽ കൈവയ്ക്കണോ? ഇല്ല ഞാൻ കൈവെക്കാൻ വിചാരിച്ചു. ഞാൻ ഇല്ല പക്ഷെ ഗുഡ് വർക്ക്. പക്ഷെ നിനക്ക് അറിയായിരുന്നു. പിന്നെ ഇനി ഞാനൊരു കാര്യം അല്ല, ഇനി അഥവാ നിങ്ങൾ ഇതുപോലെ തെറ്റിന്നുണ്ടെങ്കിൽ ശരി ആൻസർ അറിയാമെങ്കിൽ പറയരുത്. ഓക്കെ, കാരണം ചിലപ്പോൾ അടുത്ത ആളെ കേട്ടിട്ട് പറയരുത് കേട്ടോ. മറന്നുപോയി. പിന്നെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ഓരോ പോയിന്റ് വീതം. യു ഡൂയിങ് വെരി വെൽ. റെഡി അല്ലേ? റെഡി. हमारा पुलिमड़ाइल खाली वर्ड्स बड़ा मालिक और गरीब आदमी कौन है तुम? ഓക്കെ, ആദ്യമേ പൊക്കിയത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ചൈന ടൗൺ. ഓക്കെ, കറക്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയായിരുന്നോ ഏതാന്നുള്ളത്? ബാക്കി രണ്ടുപേർക്കും രാജരാജേശ്വരി അതുപോലെ 2-1-1 അല്ലേ എന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി കൊടുത്താണ് ആളുകൾക്ക്. അടുത്തത് വെക്കാൻ പോവാണേ. 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണക്ക് പറ്റിയതാ. ഇയാളിത് എങ്ങോട്ടാ പോകുന്നത് ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ചു കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. കൈവക്കി. ഓക്കെ, അല്ല ഞാൻ ഇത് മുഴുവൻ പ്ലേ ചെയ്തതാ. കുഴപ്പമില്ല. കറക്റ്റ്. അങ്ങനെ ദീപുവിന് വീണ്ടും സ്കോർ. ഓക്കെ, 2-1 ആണ് ഇപ്പൊ സ്കോർ. 2 മാർക്ക് ചിത്തൂന്, 2 മാർക്ക് ദീപുന്, 1 മാർക്ക് അശ്വതേട്ടന്. ഓക്കെ, അപ്പൊ ഇത് എന്നെ ഡയലോഗ് പ്ലേ ചെയ്യാനെങ്കിലും സമ്മതിക്കൂ ഗൈസ്. ഇത് 10 വർഷം നിൽക്കൊന്നുമില്ല. ഇത് 20 വെക്കണ്ട. നീ എന്തോന്നറിയ ഇങ്ങനെ പയ്യെ സമയം കൊടുക്കണ്ടേ? ഇത് അതെ, റെഡി അല്ലേ? വീഡിയോ 5 മിനിറ്റ് തീരേണ്ടി വരും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പ്ലേ ചെയ്യുവാണേ. വീടല്ലേ? ആ വിഷ്ണുജാതിന്റെ വീട്. നീ വേറെ ജില്ല അകത്താരുമില്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ ഉമ്മർത്ത് പച്ച ഒരു മിനിറ്റ്, ഞാൻ ഒന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ചിമ്മിനി കത്തിരിപ്പുണ്ട്. അത് വെൽക്കം സിഗല്ല. നീ അവിടെ പോവാറുണ്ടോ? നീ വെറുതെ പറയാലേ. അവർക്ക് അമ്മയെ പോലെയാ. ഓക്കെ. അപ്പൊ ആദ്യം പൊക്കിയത് ചിത്തു ആയതുകൊണ്ട് ചിത്തുനോട്. കല്യാണരാമൻ. അല്ല, തെറ്റ്. കറക്റ്റ് അല്ല. അതെ സദാനന്ദന്റെ സമയം. കറക്റ്റ്. അയ്യോ, കറക്റ്റ്. നീ മറ്റേ സീരാന്നല്ലേ? ഓക്കെ, വെൽ ഡൺ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല, രണ്ടാമത് പൊക്കിയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് വെയിറ്റ്, ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ വെയിറ്റ്. ഓക്കെ, കാരണം ഞാൻ എന്തായാലും ആദ്യം പൊക്കിയ ആളോട് തന്നെ ആദ്യം ചോദിക്കുള്ളൂ. അപ്പൊ വെരി ഗുഡ്. 3 ഫോർ ദീപു, 2 ചിത്തു, 1 മാർക്ക് അശ്വതേട്ടൻ. എന്നാലും 1 മാർക്ക് കിട്ടി. വെൽ ഡൺ. നെക്സ്റ്റ്. ഞാൻ തെറ്റിച്ചല്ലേ? അയ്യോ, അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, റെഡി. അടുത്തത് വെക്കാൻ പോവാണ്. കേമം എന്ന് വെച്ചാ ബഹുകേമം. ഇങ്ങ് വാ. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണയെ വാങ്ങിട്ട് വരാം. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? വെരി വെൽ ഡൺ. വെരി പ്രൗഡ് ഓഫ് യു. വെരി വെൽ ഡൺ. അയ്യോ, ദീപുന് 3 ആയി. നമ്മള് തമ്മിൽ മൈക്രോ സെക്കൻഡിലാണ് കൈവക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്നാലും കൊള്ളാം. വെൽ ഡൺ അശ്വതേട്ടാ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇതേപോലെ ആരും പറയരുത് കേട്ടോ, കൈ പൊക്കി വെച്ചാൽ മതിയേ. ഓക്കെ, നെക്സ്റ്റ് ഇനി 3 ചോദ്യം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം 8th ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരാൻ പോണത്. പക്ഷേ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിൽ താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. രണ്ടുപേരും പറഞ്ഞില്ല എനിക്ക്. ഓക്കെ, ആദ്യം പൊക്കിയത് ചിത്തുവായിരുന്നു. ഞാൻ 5 സെക്കൻഡ് കൂടെ തരും. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ്. ഇത്ര അല്ല, അറിയാമെങ്കിലേ പൊക്കാൻ പാടുള്ളൂ. ഞാൻ അറിയായിരുന്നു. എന്നാ പറ. പക്ഷെ കൈ പൊക്കി പേര് പറഞ്ഞു. കുഴപ്പമില്ല, പറ. എന്തേലും പറ. ഞാൻ പറയട്ടെ. കിങ് അല്ല.
കിങ് വല്യേട്ടനാണോ? അല്ല. അല്ല, ഇത് മറ്റേ എനിക്ക് അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. ക്യാരക്ടറിന്റെ പേരൊക്കെ എനിക്കറിയാം. ക്യാരക്ടർ ഒന്നും സിനിമ എനിക്കറിയില്ല. വരെ സമയം നോക്കണേ. ന്യൂഡൽഹി ആയിരുന്നു. ആ ഓക്കെ ഓക്കെ, അല്ല കുഴപ്പമില്ല. ചാൻസ് പോയി. ഏത് അത് കഴിഞ്ഞിട്ട് നിനക്കും അറിയില്ലായിരുന്നല്ലോ, അപ്പൊ അറിയുന്ന ആൾക്ക് പോവും. ആ ന്യൂഡൽഹി. കാരണം ആദ്യത്തെ ആൾക്ക് കിട്ടിയില്ലെങ്കിൽ ഹൂഎവർ നോസ് ക്യാൻ സേ ദി ആൻസർ അല്ലേ? യെസ് കറക്റ്റ്. അപ്പൊ ന്യൂഡൽഹി ആണ് ആൻസർ. വെരി വെൽ ഡൺ. എന്നാലും ന്യൂഡൽഹി ഗൈസ് നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് അല്ല, എനിക്ക് അറിയാറുണ്ട്. മോശം മോശം, വളരെ മോശം. പോട്ടെ സാറില്ല, കാരണം അത്രയും. നിനക്ക് ടഫ് കോമ്പറ്റീഷൻ. ഓക്കെ, അടുത്തത് വെക്കാൻ പോവാണ്. ഫോർ എക്സ്ട്രീം ലാലേട്ടൻ ഫാൻസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാലേട്ടൻ ഫാൻ അല്ല. ഓക്കെ, സോറി, ഞാൻ ആരുടെ ഫാൻ? ആരുടെയും ഫാൻ അല്ല. എന്നൊരു കാര്യം ചെയ്യോ, ഇത് നിങ്ങൾ കയ്യേ വെക്കണേ. നിങ്ങൾ ആരെ ഫാൻ അല്ലല്ലേ? ഓക്കെ, റെഡി അല്ലേ? പ്ലേ ചെയ്യാൻ പോവാണ് കേട്ടോ. ദിസ് ഇസ് ദ 9th ക്വസ്റ്റ്യൻ. ഇനി 2 ക്വസ്റ്റ്യൻ, ഇതും കൂടെ കൂട്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. ഓ, നിങ്ങൾ കൂട്ടി അത്രേ ഉള്ളൂ. റെഡി അല്ലേ? റെഡി ആണെന്ന് ചോദിച്ചാൽ ജോസേട്ടനിപ്പോ വോൾവോ ബസ് 8 മദ്രാസ് ബാംഗ്ലൂർ റൂട്ടിൽ നല്ല പറക്കലാ പറക്കണം. അതൊക്കെ പറയാൻ സമയം എത്ര കിടക്കുന്നു? അല്ല, തന്റെ കാര്യം പറ. താൻ ഇനി ഇവിടെ ഞാനുണ്ട് സർ എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോ വിസയുടെ കാലാവധി സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ തരില്ലല്ലോ പറഞ്ഞയച്ച മഹാനായ ഇമിഗ്രേഷൻ ഓഫീസർ. ഞാനുണ്ട്, നമ്മളുണ്ട് എന്ന് നമുക്ക് ബോധമുള്ള ഈ നിമിഷം മാത്രമല്ലേ സത്യം. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്. അശിതരന്റെ ചാൻസ് പറ ആദ്യം. നാട്ടുരാജാവാണ്. അല്ല, അടുത്ത കൈ വെക്ക് ഞാനല്ലേ? ഞാൻ 3 പേർക്കും കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ചിത്തുവാണ് അടുത്തത് പൊക്കിയത്, അതുകൊണ്ട് ജസ്റ്റ് ഫ്ലിങ് എന്തെങ്കിലും പറ. പറയട്ടെ. അറിയില്ല. ഉസ്താദ് അല്ല. അതും കൂടെ കഴിഞ്ഞിട്ട് ഐ ഗിവ് യു എ ക്ലൂ. പാണ്ഡവാണോ? അല്ല അല്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ച് പടത്തിൽ, ഒത്തിരി ലേറ്റസ്റ്റ് അല്ല, ഒരു 24 കഴിഞ്ഞിറങ്ങി, അല്ല 2004 കഴിഞ്ഞിറങ്ങിയ പടമാണ്. സ്കൂൾ ടൈം, ഹൈസ്കൂൾ. അതെ. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്? അല്ല. അല്ല. മീനൊക്കെ ഉള്ള ഒരു മൂവിയാണോ? അതൊന്നും എനിക്ക് ഡ്രീംസ് അങ്ങനെ അറിയാവുന്ന പാട്ടാണ്. അയ്യോ, നല്ല പോലെ അറിയാവുന്ന പടമാണ്. മറ്റൊന്നും അല്ല. മിസ്റ്റർ ബ്രഹ്മചാരി അല്ല. മിസ്റ്റർ ബ്രഹ്മചാരി ഇങ്ങനത്തെ ഡയലോഗ് പടമാണ്. ഇറ്റ് ഈസ് എ പ്രിറ്റി ഫേമസ് മൂവി. കുറച്ചധികം മോഹൻലാലിന്റെ വളരെ ടച്ചിങ്, ലവിങ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡയലോഗുകളുള്ള പടമാണ്. ലോസ്റ്റ് ലവിനെ പറ്റി പറയുന്ന പടമാണ്. ഒരു മൂവി പാട്ടൊക്കെ അയാൾ തിരിച്ചു വന്നിട്ട് ആള് മരിച്ചു അവസാനം റെക്കോർഡ്സ് മാമ്പഴക്കാലമാണ്. അല്ല. യു നോ ദി എൻറ്റയർ പ്ലോട്ട് ഓഫ് ദ മൂവി ഡൂഡ്. പ്ലോട്ടിന് എക്സാക്ട്ലി. എനിക്ക് സത്യം പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് തരണമെന്നുണ്ട്, കാരണം മൂപ്പര് മുഴുവൻ പടം നിനക്ക് പറഞ്ഞു തന്നു. ദീപുവിന് പോട്ടെ. ഓക്കെ, ദീപു ഗുഡ് ഗെസ്. ഓക്കെ, മോഹൻലാലിന്റെ എല്ലാ പടത്തിന്റെ പേരും പറഞ്ഞു. ഫുൾ പ്ലോട്ട് അറിയായിരുന്നല്ലോ മനുഷ്യ. വോയിസ് മോഡുലേഷൻ പണ്ടത്തെ അല്ല, ഏറ്റവും പുതിയതും അല്ല. ആ ഒരു 20. ഞാൻ അതാ പറഞ്ഞ, ഭയങ്കര ലവ് ഫിലോസഫി പറയുന്ന ഒരു പടമാണ്. ഭയങ്കരമായിട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, an easy one. Okay, 4 2 3. 4 2 3. നിങ്ങൾ പറഞ്ഞ ഇവിടെ കളി മാറും. റെഡി അല്ലേ? ടൈ ബ്രേക്കർ. അല്ല, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. റെഡി അല്ലേ? ഓക്കേ ഗയ്സ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗയ്സ്. 2 3. എന്തോ ചെയ്യടാ? നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്കിന്ന് കുഞ്ഞു ജനിച്ചു. ഈ കാരണത്താ വേണ്ടാത്തൊന്നും പറയണ്ട. വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. എന്തോ ചെയ്യടാ? കുഞ്ഞിക്കുനൻ. അതെ. ഓക്കേ. Oh no guys. Well. അത് നൈസ് ഗെയിം ആൻഡ് നൈസ് ഗെയിം. ഓക്കേ. നൈസ്. ഓക്കേ, അപ്പം വെൽ ഡൺ ഗൈസ്. എന്തായാലും തീരെ ആരും പറയാണ്ടിരുന്നില്ല, അത് നല്ല കാര്യം. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും ട്വിസ്റ്റ് ഒന്നും അറിയോ, എനിക്ക് വളരെ ടഫായിട്ട് തോന്നിയ സാധനങ്ങളുണ്ട്. അതൊക്കെ പുള്ളി പറഞ്ഞ സാധനങ്ങളാണ്. എനിക്ക് പേര് പോലും പറയാൻ ഓർമ്മയില്ല. പുള്ളി സീനായിരുന്നു. സ്ഥിരം എല്ലാവരും കേട്ട സിനിമയിലുള്ള ഡയലോഗുകളും അല്ല നിങ്ങൾക്ക് തന്നത്. അല്ല, നല്ലതിന്റെ അല്ല ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടാണ്ടിരിക്കാം. കാരണം നമ്മൾ എത്രയും പടങ്ങൾ കാണുന്നോണ്ട് ഏറെക്കുറെ ഏത് ഡയലോഗ് കേട്ടാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ പടത്തുനിന്ന് പെട്ടെന്ന് കിട്ടാത്ത ഡയലോഗുകൾ തന്നിട്ടും നിങ്ങൾ ഇത്രയും സ്കോർ ചെയ്തു. ആരെങ്കിലും ഏതെങ്കിലും പടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിജയി
മിസ്റ്റർ ദീപക് വിശ്വനാഥൻ ദീപക് വിശ്വനാഥൻ ഈ game കളറായിട്ട് guys. കളറായിട്ട് വളരെ വന്നിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് അതെ, കളറായിട്ട് വന്നിരുന്നു, കളറായിട്ട് ജയിച്ചു പോയി. വൻ വെരി പൊളി. വെൽ ഡൺ. അപ്പൊ ഇനിയും ഇതുപോലത്തെ ഗെയിംസ് വരും. മനസ്സിലല്ലേ? ഗിഫ്റ്റ് നമ്പർ അതൊന്നും കോഫി വിൽക്കാറാണ്, ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ഇതുപോലത്തെ വൻ പൊളി ഗെയിംസുമായിട്ട് ഇനി വരും അല്ലേ? നമ്മളിത് ഒരു തുടക്കം മാത്രം. ഓക്കെ, നമുക്ക് താലീനെ കൂടി ഒന്ന് കൊണ്ടുവരണം. താലീനെ ഇരുത്തി റോസ്റ്റ് ചെയ്യണം. അതാണ് ആക്ച്വലി കുറച്ചുകൂടി അടിപൊളി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിലും അടിപൊളി ഗെയിമുമായിട്ട് വരുന്നതായിരിക്കും അല്ലേ ദീപു? എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതെ നിങ്ങളും ഒന്ന് കമന്റ് ചെയ്യൂ. നമ്മൾ ഇന്ന ഗെയിംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതിന് മുന്നേ നമുക്ക് ചിന്നുവിനെ കൂടെ ഒന്ന് വിളിക്കാം. ചിന്നു പ്ലീസ് ഒരു ഔട്ട്രോ പറയാൻ വേണ്ടി. യെസ്, അപ്പം നമ്മുടെ വീഡിയോസ് കാണുക. അപ്പൊ അശ്വതേട്ടാ പറയണം മറ്റേ സാധനം ഉണ്ടാവും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ആൻഡ് ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് until we see next time, bye bye. എണീക്ക് മതി.